പത്തർ കി ബെഞ്ച്, കല്ലുകൊണ്ടുള്ള ബെഞ്ച്. ഇത് ചന്ദ്രകാന്ത് ദേവ്താലെ എഴുതിയ ഒരു മനോഹരമായ കവിതയാണ് അല്ലേ. ഇപ്പോഴും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണ്. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ കവിത എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത് അറിയാത്തത് കൊണ്ട്, ഈ കവിത അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ എഴുതാൻ കഴിയാതെ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഓക്കെ. പത്തർ കി ബെഞ്ച് ജിസ് പർ രോത്താ ഹുവാ ബച്ച ബിസ്കുറ്റ് കുതർത്തെ ചുപ് ഹോ രഹാ ഹേ. പത്തർ കി ബെഞ്ച്, കല്ലുകൊണ്ടുള്ള ഒരു ബെഞ്ച്. ജിസ് പർ, അതിന് മുകളിൽ രോത്താ ഹുവാ ബച്ച, കരയുന്ന ഒരു കുട്ടിയുണ്ട്. ബിസ്കുറ്റ് കുതർത്തെ, ബിസ്ക്കറ്റ് കടിച്ചപ്പോൾ ചുപ് ഹോ രഹാ ഹേ, മിണ്ടാതിരുന്നു. കരയായിരുന്നു ആ കുട്ടി ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട്. ആ കുട്ടിക്കൊരു ബിസ്ക്കറ്റ് കിട്ടി, അത് കടിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കരച്ചിൽ അവിടെ അവസാനിച്ചു. ജിസ് പർ ഏക് ധക്കാ യുവക്, ഒരു ക്ഷീണിച്ച യുവാവ്. ധക്ക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ഷീണിച്ച യുവാവ്. അപ്പനെ കുച്ചലേ ഹുയേ സപ്നോ കോ സഹലാ രഹാ ഹേ. അപ്പനെ കുച്ചലേ ഹുയേ സപ്നോ കോ, തൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ. കുച്ചലേ ഹുയേ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അർത്ഥം ചവിട്ടി മതിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. അതായത് തൻ്റെ നഷ്ടപ്പെട്ട എല്ലാ സ്വപ്നങ്ങളെയും കുറിച്ച് സഹലാ രഹാ ഹേ. സഹലാ രഹാ ഹേ എന്ന് പറഞ്ഞാൽ പരിതപിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. വേദനിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷീണിച്ച യുവാവിനെയും നമുക്ക് കാണാൻ കഴിയും. ജിസ് പർ ഹാത്തോം സേ ആംഖേം ഠാപ്പ്, കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്രകാരം വെച്ചുകൊണ്ട് അല്ലേ. ഓക്കെ. കൈകൾ കൊണ്ട് എന്ത് ചെയ്യാണ്, കണ്ണടച്ചുകൊണ്ട്. ജിസ് പർ ഹാത്തോം സേ ആംഖേം ഠാപ്പ് ഏക് റിട്ടയർഡ് ബൂഡ, ഒരു റിട്ടയറായ ഒരു ബൂഡ എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധൻ അല്ലേ, ഒരു പ്രായമായ ഒരാൾ. ദോപ്പഹരി സോ രഹാ ഹേ, നട്ടുച്ച നേരത്ത് ഉറങ്ങുകയാണ്. ദോപ്പഹരി എന്ന് പറഞ്ഞാൽ ഉച്ചനേരം. ഉച്ചനേരത്ത് എന്ത് ചെയ്യാണ്, സോ രഹാ ഹേ. ജിസ് പർ വേ ദോനോ ജിന്ദഗി കെ സപ്നെ ബുൻ രഹേ ഹേ, ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് വേ ദോനവും, അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ജിന്ദഗി കെ സപ്നെ ബുൻ രഹേ ഹേ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ്. ഇനി ഭാവിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു ടൂറൊക്കെ പോകണം അല്ലേ. ആ രീതിയിൽ എന്ത് ചെയ്യാണ്, അവരവരുടെ സ്വപ്നങ്ങൾ അങ്ങനെ കാണുകയാണ്. ആ ഇരിക്കുന്ന വ്യക്തികൾ ഭാര്യയും ഭർത്താവുമാകാം, അല്ലെങ്കിൽ കവിതാക്കളാകാം അല്ലേ, അങ്ങനെ ആരുമാകാം. പത്തർ കി ബെഞ്ച് ജിസ് പർ അങ്കിത് ഹേ, പത്തർ കി ബെഞ്ച്, ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിൽ അങ്കിത് ഹേ, എഴുതപ്പെട്ടിട്ടുണ്ട്, ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്, ആസു, ദഖാൻ, വിശ്രാം और പ്രേം की സ്മൃതിയാ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വരിയാണിത്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പത്തർ കി ബെഞ്ച് പർ ക്യാ ക്യാ അങ്കിത് ഹേ, എന്തെല്ലാമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ്, ആസു, കണ്ണുനീരും, അതുപോലെ ദഖാൻ, ക്ഷീണവും, വിശ്രമവും, അതുപോലെ പ്രേം കി സ്മൃതിയാം, പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സ്മൃതികൾ, ഓർമ്മകളും എല്ലാം അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈസ് പത്തർ കി ബെഞ്ച് കേലിയ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. കഥയല്ല, ഈ കവിതയുടെ പൊരുൾ എന്ന് പറയുന്നത് അല്ലേ. എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്, ഒരു പാർക്കിൽ ഒരു ബെഞ്ച് അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് നോക്കാം. ഈസ് പത്തർ കി ബെഞ്ച് കേലിയ ഭി, ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് വേണ്ടി പോലും ശുരു ഹോ സക്താ ഹേ കിസി ദിൻ, ഏതെങ്കിലും ഒരു ദിവസം ആരംഭിക്കും. ഏതെങ്കിലും ഒരു ദിവസം ശുരു ഹോ സക്താ ഹേ, ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത്, ഹത്യാവോ കാ സിൽസില, ഹത്യാവോ കാ സിൽസില, അക്രമങ്ങളുടെ, ഹത്യാവും എന്ന് പറഞ്ഞാൽ എന്താ, വയലൻസ് അല്ലേ, ഹിംസ. ഹത്യാവും കാ സിൽസില, സിൽസില എന്ന് പറഞ്ഞാൽ എന്താ, സിൽസില എന്ന് പറഞ്ഞാൽ പരമ്പര. ഓക്കെ. അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ കല്ലിന് വേണ്ടിയും ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇസേ ഉഘാഡ് കർ ലേ ജായ അല്ലേ, ഇതിനെ ഇവിടുന്ന് പിഴുതെടുത്ത് കൊണ്ടുപോയേക്കാം. ഉഘാഡ് കർ ലേന എന്ന് പറഞ്ഞാൽ എന്താ, പിഴുതെടുത്ത് കൊണ്ടുപോയി ഈ കല്ലിനെ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അതുപോലെ തോടാ ബി ജാ സക്താ ഹേ, അഥവാ തോടാ ബി ജാ സക്താ ഹേ, ഇതിനെ തകർക്കാനും സാധ്യതയുണ്ട്. തോടിനെ പറഞ്ഞാൽ പൊട്ടിക്കുക, തകർക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ഈ കല്ല് ഇവിടെ നിന്നും പിഴുതെടുത്ത് കൊണ്ടുപോകാനും അതുപോലെ ഈ കല്ല് തകർക്കപ്പെടാനും സാധ്യതയുണ്ട്. പതാ നഹി, അറിയില്ല. സബ്സേ പഹലെ കോൻ ആസീൻ ഹുവാ ഹോ, ഏറ്റവും ആദ്യം ആരാണ് ഈ ബെഞ്ചിൽ ഇരുന്നത് അല്ലേ, കോൻ ആസീൻ ഹുവാ ഹോ, ആരാണ് ഇവിടെ ഇരുന്നത്. ഇസ് പത്തർ കി ബെഞ്ച് പർ, ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിൽ ആരാണ് ആദ്യം ഇരുന്നത് എന്നറിയില്ല. അപ്പോൾ ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിൽ പലരും വന്നിരുന്നിട്ടുണ്ട് അല്ലേ. കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടി ബിസ്ക്കറ്റ് കടിച്ചപ്പോൾ മിണ്ടാതിരുന്നു അല്ലേ. അതുപോലെ ക്ഷീണിച്ച യുവാവ് തൻ്റെ ക്ഷീണം മാറ്റുവന്ന്, അല്ലെങ്കിൽ തൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നു. അതുപോലെ വൃദ്ധനായ ഒരു മനുഷ്യൻ, റിട്ടയർഡായിട്ടുള്ള ഒരു വൃദ്ധനായ ഒരാൾ നട്ടുച്ചക്ക് വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ 2 പേർ അല്ലേ, കമിതാക്കളോ ഭാര്യ ഭർത്താക്കന്മാരോ ആരോ, അവരുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു. അങ്ങനെ പലരും വന്നിരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക, പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതു സ്വത്തായിരുന്നു എന്ത്, ഈ ഒരു
കല്ലുകൊണ്ടുള്ള ബെഞ്ച്, പക്ഷേ ആ കല്ലുകൊണ്ടുള്ള ബെഞ്ച് ഞങ്ങളുടേതാണ് എന്ന രീതിയിൽ എന്താ പറയുക അവകാശവാദങ്ങളുമായിട്ട് ഭാവിയിൽ ആളുകൾ വന്നേക്കാം, ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് വേണ്ടിയിട്ട് അക്രമങ്ങൾ ഉണ്ടായേക്കാം എന്നൊക്കെയാണ് ചന്ദ്രകാന്ത് ദേവ്താലെ പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്കിതിലെ ഇമ്പോർട്ടൻ്റ് ആയ 2 ചോദ്യങ്ങളിലേക്ക് പോകാം. പത്തർ കി ബെഞ്ച് പർ കോൻ കോൻ ബൈഠേ ഹേം, ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിൽ ആരെല്ലാമാണ് ഇരുന്നിട്ടുള്ളത്? പരീക്ഷയ്ക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഉൻകി സംവേദനായം ക്യാ ഹേ, അവരുടെ മനോനിലകൾ എന്തെല്ലാമാണ്, അതായത് അവരുടെ ചിന്താഗതികൾ എങ്ങനെയുള്ള ആളുകളാണ് അവിടെ വന്നിരുന്നത് എന്ന് അല്ലേ. ബച്ച യുവക് ബൂഡ ആദി ബൈഠേ ഹേം, ആരൊക്കെയാണ്? ബച്ച കുട്ടി വന്നിരുന്നിട്ടുണ്ട്, അതുപോലെ യുവക് എന്ന് പറഞ്ഞ ഒരു യുവാവ്, അതുപോലെ ബൂഡ ആദി, ബൂഡ എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധൻ, ആദി ബൈഠേ തുടങ്ങിയ ആളുകൾ വന്നിട്ടുണ്ട്. ബച്ച രോരാഹെ, കുട്ടി കരയാണ്. യുവക് ദക്കാ ഹുവാഹെ, യുവാവ് ക്ഷീണിച്ചിട്ടുണ്ട്. അവർ ബൂഡ സോരാഹെ, വൃദ്ധനാണെങ്കിലോ ഉറങ്ങുകയുമാണ്. പിന്നെ ദോ ഔർ ലോഗ് ബി ഹെ, 2 പേര് കൂടിയുണ്ട്. വേ പതി പത്നി യാ പ്രേമി പ്രേമിക ബി ഹോ സക്തേ ഹെ, അവർ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ പതി പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ, പ്രേമി പ്രേമിക എന്ന് പറഞ്ഞാൽ ലവേഴ്സ് അല്ലേ, അവരൊക്കെ ആവാൻ സാധ്യതയുണ്ട്. വേ ഭവിഷ്യ കെ സപ്നെ ബുൻ രഹേ ഹെ അല്ലേ, അവർ ഭവിഷ്യ കെ സപ്നെ ഫ്യൂച്ചറിലെ സ്വപ്നങ്ങൾ, ഭാവിയിലെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യാണ്? ബുൻ രഹേ ഹേ, നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വപ്നങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇനി അടുത്തത് പത്തർ കി ബെഞ്ച് കാ കവി ക്യോ ആശങ്കിത് ഹേ, എന്തുകൊണ്ടാണ് കവി ആശങ്കപ്പെട്ടിട്ടുള്ളത്? എന്താണ് കവിയുടെ ഉള്ളിലുള്ള ഒരു പ്രയാസം? ഈ കല്ലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കവിക്കുള്ള ഒരു വിഷമം എന്താണ്? പത്തർ കി ബെഞ്ച് കെ ബാരേ മേ സോച്ച് കർ കവി കാ മൻ ആശങ്കിത് ഹേ, കവിയുടെ മനസ്സ് എന്താ പറയുക ആശങ്കയിലാണ്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ കവി സോച്ച്തേ ഹെ, കവി ചിന്തിക്കുന്നു നോക്കി എന്തെന്നാൽ ഇസ് ഭയാനക സമയമേ, ഈ ഭീകരമായ കാലഘട്ടത്തിൽ പത്തർ കി ബെഞ്ച് കെ ലിയെ ഭീ ലഡായി ഹോ സക്തി ഹെ, ഈ കല്ലുകൊണ്ടുള്ള നിസാരമായ ഈ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് വേണ്ടി പോലും ലഡായി ഹോ സക്തി ഹെ, യുദ്ധം ആരംഭിക്കാം. ഇസേ തോടാ ജാ സക്താ ഹെ, ഇതിനെ തകർക്കപ്പെട്ടേക്കാം. യാ ഉഘാഡ് ലേ സക്താ, ഇതിനെ ഇവിടുന്ന് പിഴുതെടുത്ത് കൊണ്ടുപോയേക്കാം. പത്തർ കി ബെഞ്ച് കെ അസ്തിത്വ പർ കവി ചിന്തിത് ഹേ, ആ കല്ലുകൊണ്ടുള്ള ബെഞ്ചിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഓർത്ത് കവി ആകെ ചിന്താവിഷ്ടനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പത്തർ കി ബെഞ്ച് എന്ന ഈ കവിതയിൽ നിന്നും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. കവിതയുടെ ആസ്വാദന ടിപ്പണി എന്ത് ചെയ്യണം? എല്ലാവരും പഠിക്കണം, കവിതയും നന്നായിട്ട് പഠിക്കുക. ഇതിലെ ഓരോ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.